Once again, all of you, welcome back to my YouTube channel. My name is Adra. So today we are going to continue the third chemistry chapter of class 9 students, and our chapter name is atoms and molecules. So today we are going to discuss the same topic that we discussed in our previous class. Okay. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ ടോപ്പിക് തന്നെയാണ് ഇന്നും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ലോസ് പറഞ്ഞു വെച്ചിരുന്നു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷനും. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ 5 ഗ്രാം ഷുഗറും 5 ഗ്രാം സാൾട്ടും നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ഗ്രാം ആ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത് എന്ന് പറഞ്ഞ് വെച്ചിരുന്നു അല്ലേ. അപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമ്മൾ കെമിസ്ട്രിയുമായി റിലേറ്റ് ചെയ്ത് പറയുമ്പം കെമിക്കൽ റിയാക്ഷൻസുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പം ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് എലമെന്റ്സിന്റെ മാസ് നമ്പറും കൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പം ഈ എലമെന്റ്സിന്റെ മാസ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഏകദേശം 10 എലമെന്റ്സിന്റെ മാസ് നമ്പറാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാമോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെയാണ് നമുക്കത് കണ്ടെത്താൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എലമെന്റ്സ് ഒക്കെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്, കാരണം 9th പഠിക്കുന്ന കുട്ടികളാണ്. അത്യാവശ്യം എലമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, അറിവുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് എലമെന്റ് ആണ് ഹൈഡ്രജൻ. അപ്പോൾ ഞാൻ സിമ്പിൾ മാത്രമേ എഴുതുന്നുള്ളൂ. ഫസ്റ്റ് എലമെന്റ് ആണ് ഹൈഡ്രജൻ. അപ്പം അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1. ഓക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹീലിയം ആണ്, അതിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. തേർഡ് ലിഥിയം, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ബെർലിയം, അറ്റോമിക് നമ്പർ 4. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ബോറോൺ, അറ്റോമിക് നമ്പർ 5. ഓക്കെ. അപ്പം ഒരു എലമെന്റ് തന്നിട്ട് അതിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതും കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് വെച്ചേക്കാം. അപ്പം ഈ ഹൈഡ്രജനെ സംബന്ധിച്ച് മാസ് നമ്പറും അറ്റോമിക് നമ്പറും ഒന്ന് തന്നെയാണ്. അതിനൊരു കാരണമുണ്ട്, അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പറയും. ഓക്കെ. ദെൻ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 2. 2ന്റെ ടോയ്സ് മീൻസ് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 4. ഓക്കെ. അതാണ് എന്ത്, ഹീലിയത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പറിന്റെ ടോയ്സ് എടുത്താൽ ഹീലിയത്തിന്റെ എന്ത് കിട്ടും, മാസ് നമ്പർ കിട്ടും. ഇനി ലിഥിയത്തിന്റെ ടോയ്സ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, ലിഥിയത്തിന്റെ മാസ് നമ്പർ കിട്ടത്തില്ല. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പറിന്റെ ടോയ്സിനോടൊപ്പം ഒന്നും കൂടി എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പം ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പം 3 × 2 ചെയ്യുകയാണെങ്കിൽ 6 പ്ലസ് എന്താണ് 1. അതാണ് എന്തെന്ന് പറയുന്നത്, ലിഥിയത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പം ടോയ്സ് എടുത്താൽ ലിഥിയത്തിന്റെ മാസ് നമ്പർ ആവില്ല, ടോയ്സിനോടൊപ്പം ഒന്നും കൂടി എന്ത് ചെയ്യണം, കൂട്ടണം. എന്നാൽ മാത്രമേ അത് ലിഥിയത്തിന്റെ മാസ് നമ്പർ ആയിട്ട് മാറത്തുള്ളൂ. ഇനി നെക്സ്റ്റ് എന്താണ് ബെർലിയം. ബെർലിയത്തിന്റെ മാസ് നമ്പർ കണ്ടെത്തണമെങ്കിൽ മാസ് നമ്പർ കണ്ടെത്താൻ അറ്റോമിക് നമ്പർ ഇൻറ്റു ടോയ്സ് പ്ലസ് 1 ആകുമ്പോൾ എത്ര ആകും, 9. ബോറോണിന്റെ എങ്ങനെ തന്നെയാണ് 5 × 2 പ്ലസ് 1. അപ്പൊ എത്ര ആവും, 11. ഓക്കെ. അപ്പം ആദ്യത്തെ ഒരു 5 എലമെന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈഡ്രജൻ, അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്ന് തന്നെയാണ്. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അതിന്റെ മാസ് നമ്പർ കണ്ടെത്താൻ അറ്റോമിക് നമ്പറിന്റെ ടോയ്സ് എടുക്കുക. അപ്പൊ 2 × 2 എന്ന് പറയുമ്പോൾ എത്ര ആയി മാറും, 4 ആയിട്ട് മാറും. അപ്പൊ 4 ആണ് എന്ത്, ഹീലിയത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ലിഥിയത്തിന്റെ മാസ് നമ്പർ കണ്ടെത്തണമെങ്കിൽ അറ്റോമിക് നമ്പറിന്റെ ടോയ്സിനോടൊപ്പം ഒന്നും കൂടി കൂട്ടണം. അപ്പം ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. 3 × 2 എന്ന് പറയുമ്പോൾ 6 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 7. അതാണ് എന്ത്, ലിഥിയത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. 4 × 2 ആകുമ്പോൾ 8 പ്ലസ് 1 9. ഓക്കെ. 9 ആണ് ബെർലിയത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5. അപ്പം മാസ് നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ട് അറ്റോമിക് നമ്പറിന്റെ ടോയ്സ് പ്ലസ് 1. അപ്പം 5 × 2 പ്ലസ് 1 ആകുമ്പോൾ എത്ര ആകും, 11 ആയിട്ട് മാറും. ഓക്കെ. ഇനി ഒരു എലമെന്റ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് നിങ്ങളോട് അതിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മള് ഹൈഡ്രജൻ എന്നൊരു എലമെന്റ് എടുത്തു എന്ന് കരുതുക. ഓക്കെ. ഹൈഡ്രജൻ എന്നൊരു എലമെന്റ് എടുത്തു. അപ്പം ഇവിടെ നമ്മൾ Z എന്നും മുകളിൽ A എന്നും കൊടുത്തിട്ടുണ്ടെന്ന് കരുതുക. അപ്പം ഈ Z എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യേണ്ടത് അതിന്റെ അറ്റോമിക് നമ്പർ ആണ്. ഓക്കെ.
അപ്പം അവിടെ നമ്മൾ കൊടുക്കുന്നത് അറ്റോമിക് നമ്പരും എ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ എന്തിന് തുല്യമാണ്, മാസ് നമ്പരുമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഹൈഡ്രജൻ എന്നൊരു എലമെന്റിനെ അറ്റോമിക് നമ്പരും മാസ് നമ്പരും ഉൾപ്പെടുത്തി റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് H11. ഓക്കെ, അപ്പം ഈ വണ്ണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ, ഇവിടുത്തെ വണ്ണ് റെപ്രസെന്റ് ചെയ്യുന്ന ഹൈഡ്രജന്റെ മാസ് നമ്പർ. ഓക്കെ, അപ്പം ഫസ്റ്റ് 5 എലമെന്റ്സും അതിന്റെ അറ്റോമിക് നമ്പരും മാസ് നമ്പരുമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പം അതിനകത്ത് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പരും മാസ് നമ്പരും ഒന്ന് തന്നെയാണ്. ഇനി ലിഥിയം മീൻസ് പറയുമ്പോഴത്തേക്ക് അതിന്റെ അറ്റോമിക് നമ്പർ 3. അപ്പം 3 × 2 + 1 എടുത്താൽ മാത്രമേ ലിഥിയത്തിന്റെ മാസ് നമ്പർ കിട്ടത്തുള്ളൂ. ഹീലിയം ആണെങ്കിൽ അറ്റോമിക് നമ്പറിന്റെ 2 എടുത്താൽ മതി. എത്ര ആകും? അത് 4 ആയിട്ട് മാറും. 4 ആണ് ഹീലിയത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇനി ബെർലിയം ആണെങ്കിലും 2 + 1 ആണ്. അപ്പൊ ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 4. 4 × 2 + 1 ആകുമ്പോൾ 9 ആയിട്ട് മാറും. ഇനി ബെർലിയം ബോറോൺ എന്ന് പറയുമ്പോൾ 5 × 2 + 1 ആകുമ്പോൾ 11. ഓക്കെ, അപ്പം കുറേശ്ശെ നമുക്ക് പഠിച്ചു പോകാം. എല്ലാം കൂടി ഒരു ദിവസം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പം എങ്ങനെയാണ് മാസ് നമ്പരും അറ്റോമിക് നമ്പരും ആ ഒരു റിലേഷനാണ് നമ്മൾ പറഞ്ഞത്. ബാലൻസ് വരുന്ന എലമെന്റ്സ് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. അപ്പം ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.